പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. കൊച്ചെറിയ കുറച്ച് നേരം ഇനി തുടങ്ങിട്ട് പണി തരാം. കറക്റ്റ് 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 ബാറ്റ്മാൻ എഡിഷനാ. എനിക്ക് കുറച്ച് ചിറകുണ്ട് പറക്കായിട്ട്. ഡ്രസ്സും കറപ്പ്. ഇതാണ് ബാറ്റ്മാൻ. ബാറ്റ്മാന് കാമവരി കൊണ്ടവരുണ്ട്. എന്ത് നീ ഒരു ബ്രേക്കപ്പ് സ്റ്റോറി ഇട്, സെറ്റ് ആവും. എത്ര എണ്ണം വേണം ചേച്ചിന്ന് വെച്ചത്? ഓ എനിക്ക് 250 വന്നത്. എന്നാ എന്റെ എക്സ്ക്ലൂസീവ് എടുക്കാം. എന്റെ ഒരു ബ്രേക്കപ്പ് സ്റ്റോറി സീരീസ് ഉണ്ട്, ഞാൻ തുടങ്ങി വെച്ചത്. ബ്രേക്കപ്പ് സ്റ്റോറി പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഇതിനിടക്കാണ് ബ്രേക്കപ്പ് ആയത് ഗൈസ്. നല്ല സങ്കടമുണ്ട്. എത്രാമത്തെ? 4ാമത്തെ. 4 എന്നിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത് ഈ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യല്ലോ ഈ സാധനം ഇതിലുള്ള? അല്ല, ഞാൻ രണ്ടും പിടിച്ച് നിക്കണോ വെച്ചിട്ടാ. പറ, നീ പറഞ്ഞോ. ഞാനൊരു സൗണ്ട് ഉണ്ടാക്കും, അതിന് റേറ്റ് ചെയ്യണേ. മയിലിന്റെ സൗണ്ടാണ് ആദ്യം ഉണ്ടാക്കണേ. സൗണ്ട് മയിലിനെ അടുത്തുണ്ടാക്കി തരാം. മയിലിന്റെ വെച്ചാലില്ല. എന്റെ നാട്ടിലെ മയിലിങ്ങനെ അയ്യോ സംസാരിച്ച് കൊച്ചികൾക്ക ഇവിടെ കണ്ടമൂച്ചയാ, കണ്ടവന്റെ പൂച്ചയാ. അടുത്ത് നടക്കുന്ന അടുത്തത് ഒരാൾ അടിക്കുന്ന ഒച്ച. We are vlogging guys. ഒന്ന് സംസാരിച്ചേ, ആ കാറ്റ് ഞങ്ങൾ ഞങ്ങളുടെ വ്ളോഗിങ് തുടങ്ങിയിരിക്കുകയാണ്. എന്റെ വ്ളോഗ് കണ്ടിട്ട് ബാക്കിലൊരു ഷൊണ്ണ തലങ്ങും വിലങ്ങും വീഴ്ത്തും. കൊച്ചെറിയ കുറച്ച് നേരം ഇനി തുടങ്ങിട്ട്. എവിടെ എന്റെ വ്ളോഗ് ഇവിടെ നിർത്തിയോ? അപ്പൊ ഞങ്ങൾ തരാം. എടാ എന്താ മനസ്സ് നന്നാവണം. എന്താ മോനെ എങ്ങനെയാ എന്റെ ഫോൺ നന്നാവുക? ഇതൊക്കെയല്ലേ മനസ്സിൽ വെച്ചല്ലേ ഈ പെരുമാറിന്. ദുഷിച്ച മനസ്സ് എന്ന് പറഞ്ഞതാണ്. എടാ സോമ, ഇതാണ് ജോഷുന്റെ ഹസ്ബൻഡ്. ശല്യം സഹിക്കാതെ ഇവിടെ വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ജോഷിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഒട്ടിച്ച സ്ട്രാപ്പ് ആട്ടോ ഇത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് എടുക്കാനുള്ള സ്ട്രാപ്പാണ്. അപ്പൊ ഞങ്ങളുടെ ഇന്ന് നോബിന്റെ ബിന്നിന്റെ വീട്ടില് വീട് താമസമാണ്, അതിനാണ് പോകുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ തന്നെ പോണ വഴിക്ക് ഞങ്ങൾ എടുക്കുന്നതാണ്. ഞാന്, ജോഷു, രേവു, അമ്മു ആണ് നമ്മുടെ നോബിന്റെയും ബിന്നിന്റെ വീട്ടിലേക്ക് പോകണം. ഞങ്ങൾ നേരെ ജോഷുവിന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോകും. അവിടെ നിന്ന് അമ്മുവിന്റെ വീട്ടിൽ പോകും. അവിടെ നേരെ നമ്മൾ എവിടേക്ക് പോവാ, ഇവിടെ വീട് താമസത്തിന് അവിടേക്ക് പോകും. ഒരു പ്രാവശ്യം കൂടി അനക്ക് കഴിയത്. ഒരു പ്രാവശ്യം കൂടി വേഗം വരണേ. ഒരു മൊയന്തത്രപ്പം കാണിക്കുന്ന കാണണം. റെഡി ഒന്ന് മാറിയിട്ടിരുന്നെങ്കിൽ ടോട്ടൽ വെള്ളം വന്നു ഗായ്സ് കനാലിൽ. ഞങ്ങള് നേരെ ഇനി ചായ കിട്ടാൻ എന്തൊക്കെ പരിപാടി ചെയ്യണം നോക്കിയേ. ഒരു ചായക്ക് വേണ്ടിയാണ് കാണിച്ചോണ്ട്. പറഞ്ഞോ,
പറഞ്ഞു മോള് വന്ന് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു, പപ്പ വന്ന് ഹാൻസം ആയിരിക്കുന്നു. ചായ റെഡി അല്ലേ? തള്ളു അവിടെ പോയപ്പോ അവിടെ ചായ അവിടെ മൊത്തം തള്ളല്. അവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോ ഇവിടെ എവിടുന്ന് ഫുഡ് കിട്ടിയതെന്ന് പറഞ്ഞു. തള്ളിയതല്ല, ഞാൻ കാര്യം പറഞ്ഞതാ. അങ്ങനെ ചെറുക്കിയുടെയും ഭാര്യയുടെയും ഭർത്താവിന്റെയും റൂം കണ്ടിരിക്കുകയാണ്. ഇത് ഓരോന്ന് വിവരിച്ചുകൊണ്ട് ഇതാണ് നമ്മുടെ ജോഷു റീൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഇതാണ് ജോഷു റീൽ. മിണ്ടരുത് നീ, ഒരാൾ പത്രാശാറാണ്. ഇതാണ് ജോഷു റീൽ എടുത്തുകൊണ്ടിരിക്കുന്ന ട്രൈപോഡ്. എന്തൊക്കെയാ ഈ പറയണേ? ഇതാണ് ഗായ്സ് കുതിച്ചു പൊന്നുന്ന കട്ടിൽ. ജോഷു ഇങ്ങനെയല്ലായിരുന്നു പണ്ട് ഭയങ്കര കോമഡി ആയിട്ട് ചളി പറഞ്ഞ എടുത്തായിരുന്നു. കല്യാണം കഴിഞ്ഞ നീ മാറി ജോഷു, നീ മാറി വേണ്ടാണ്ട്. കല്യാണം കഴിഞ്ഞ മാറി നീ പറ. കല്യാണം കഴിഞ്ഞിട്ടും കല്യാണം കഴിയുമ്പോഴുള്ള മാറ്റങ്ങൾ പറ. ഒരു മാറ്റവും ഇല്ല സത്യം. പുതിയ കല്യാണം കഴിക്കാൻ പോകുന്നുള്ള അഭിപ്രായങ്ങൾ പറ. കഴിക്കണം. പിന്നെ വേറെ എഡ്യൂക്കേഷൻ വേറെ എന്തെങ്കിലും അറിവുകൾ? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഒരു വീട്ടിൽ താമസിക്കുന്നൊന്നും ഉള്ളതേ ഉള്ളൂ. അല്ല ഞങ്ങൾക്ക് മറ്റേത് വേറെ നീ വീട്ടിൽ പോയി താമസിക്കാം. പണ്ട് രണ്ട് വീട്ടിലായിരുന്നു. രണ്ട് വീട്ടിലായിരുന്നല്ലോ, ഒരു വീട്ടിലായി. അത്രേ ഉള്ളൂ വ്യത്യാസം. ഞാൻ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് അമ്മ പണിയെല്ലാം കഴിച്ചിട്ട് വെക്കും. അപ്പൊ പിന്നെ ഞാൻ പണി തരാം. അങ്ങനെ എന്നെ ജോഷു ഫേസ് പാക്ക് എന്റെ മുഖത്ത് ഫസ്റ്റ് ടൈം ഇടാൻ പോവാണ്. എന്തൊക്കെയോ 4 സാധനം ഉണ്ട്. അപ്പം എന്താ എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. അപ്പം ഞാനും ഫേസ് പാക്ക്, എനിക്ക് ആ കുറച്ച് ഈ ഏരിയയിലുള്ളൂ, താടിയിലെടുത്തിട്ടുണ്ടല്ലോ, അണക്ക ഫുള്ള് വേണ്ടില്ല. അപ്പൊ ഞാൻ ഇടുന്നുണ്ട്, രേവ് കൂടെ ഉണ്ട്. ഇതിന്റെ മുഖത്ത് അതെന്ത് സാധനം? അത് ഫേസ് വാഷ്, പുതിയ ഫേസ് വാഷ്. ഏതിന്റെയാണ് ബ്രാൻഡ്? കൊറിയൻ ആണ് ഇത് ഗൈസ്. ഇത് കൊറിയൻ സ്കിൻ ഗ്ലാസ് കിട്ടാൻ, ഗ്ലാസ് സ്കിൻ കിട്ടാൻ. എന്താ ചെയ്യണ്ടേ? ഇന്നവിടെ കിടക്കണോ? ഇതാണ് ഗായ്സ് ജോഷുവിന്റെ ബാത്റൂം. ഇനി നമുക്ക് ബാത്റൂം ബ്ലോഗാണ് എടുക്കുന്നത്. ഈ ക്ലോസറ്റിനെ കുറിച്ച് പറയൂ. എനിക്ക് ഈ ടൈംസ് എനിക്ക് ഇഷ്ടമായി. എന്നാ പറിച്ച് ബ്ലോഗാ ബാത്റൂം കേട്ട് സുഖല്ലേ? ഇങ്ങനത്തെ ബ്ലോഗ് എടുക്കാൻ അപ്പൊ ഞങ്ങൾ ഞങ്ങൾ സ്ക്രബ് ചെയ്യാൻ പോകണം കേട്ടോ. സ്ക്രബ് ഞാനല്ല ഫസ്റ്റ്, ലാസ്റ്റ് എന്നെ തള്ളിയിട്ട് നീയാണ് മുഖം കഴിയേ. ആരാ പറഞ്ഞ ഡ്രസ് മാറ്റി? നീയല്ലേ? അപ്പൊ നീ അപ്പൊ അത് കൂട്ടിക്കൂടാകൊന്ന് ഞാൻ കണ്ടിട്ടില്ല. ഒറ്റ കേൾക്കൂല നീ. ഇവരില്ല ഇവിടെ. ഇങ്ങനെയാണ് സ്ക്രബ് ചെയ്യട്ടോ ഗൈസ്. വേണ്ട ഇതിന് പിന്നെ തമ്പുരാട്ടിക്ക് നിക്കാൻ വയ്യോക്ക്. ഇല്ല അനക്ക് ഇതിനെ ഡ്രോപ്പ് ചെയ്തേ വേണി സ്വന്തം കഷ്ടപ്പാട്. നിന്നോട് നേരത്തെ വീഡിയോ ഇത് തന്നാൽ കുഴപ്പമില്ല. ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും. ബ്യൂട്ടി പാർലർ പോകുമ്പോ നീ മെല്ലൻ എന്ന് പറയൂ? ഇത് വേദന നിൽക്കും. വേദനിക്കാൻ കാര്യം ഇതല്ലേ, സ്ക്രബ് അല്ലേ? അങ്ങനെ ഞങ്ങള് എന്റെ സ്ക്രബ് തുടങ്ങിയിരിക്കുകയാണ്. അറിയാവുന്ന രീതിയിൽ അവള് ചെയ്തു തരുന്നുണ്ട് എനിക്ക്. പക്ഷെ ഞാൻ ആദ്യമായിട്ടോ ചെയ്യണേ. ഞാൻ മറ്റേ ഹിമാലയ സ്ക്രബ് ഇല്ലേ, ഹിമാലയന്റെ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഫേസ് വാഷ് ഗൈസ്. അടുത്ത പാക്കും കൂടി ഇതിനെന്താ പറയാ? ഫേസ് പാക്ക്. D10 ഫേസ് പാക്ക് ഇട്ടിരിക്കുകയാണ്. ഇത് കുറച്ചുകൂടി പുകച്ചിൽ കൂടുണ്ട്. ഓസം. എന്താണ് ഓസം ചേച്ചി വേറെ നോട്ടില്ല. ഗൈസ് ഞങ്ങളുടെ ഫേഷ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. വീണ്ടും ഹായ് ഗൈസ് വിത്ത് കാഞ്ചനയുടെ ഇതാണ് നമ്മുടെ കാഞ്ചനക്കുട്ടി. ശരിക്കും പേര് ശരിക്കും മറന്നുപോയല്ലോ. കാഞ്ചന വിളിച്ചിട്ട് മറന്നുപോയി ഗൈസ്. എന്തായിരുന്നു ശരിക്കും പേര്? പോയി നമുക്ക്. അപ്പൊ ഞങ്ങൾ നേരെ അമൃതന്റെ വീട്ടിലേക്ക് കേട്ടോ.